ഞാൻ രാജീവ്, സന്നിധാനം എക്സൈസ് റേഞ്ച് ഓഫീസിൻ്റെ ചുമതലയാണ്. എല്ലാ തവണയും പോലെ തന്നെ ഇത്തവണയും എക്സൈസ് വകുപ്പ് മണ്ഡലകാല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളാണ്, മുന്നൊരുക്കങ്ങളാണ് നടത്തി വരുന്നത്. സന്നിധാനത്തും നിലയ്ക്കലിലും പമ്പയിലും ഓരോ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ടീമുണ്ട്. സന്നിധാനത്തും പമ്പയിലും അതിൻ്റെ ചുമതല, മേൽനോട്ട ചുമതല ഒരു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്കും ഉണ്ട്. ഇത്തവണ സന്നിധാനത്ത് 24ഓളം അംഗങ്ങളുള്ള ഒരു ശക്തമായ ടീമുണ്ട്. ഞങ്ങൾ ഇതര വകുപ്പുമായി ചേർന്നിട്ട് സംയുക്ത റെയ്ഡുകൾ കാര്യക്ഷമമായി നടത്തി വരുന്നുണ്ട്. പ്രധാനമായിട്ട് ലേബർ ക്യാമ്പുകൾ, അതുപോലെ തന്നെ കടകളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ശക്തമായ എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. ഇത്തവണ ഏകദേശം നാളിതുവരെ 439ഓളം കോട്ട്പ കേസുകൾ കണ്ടെടുത്തു. അറൗണ്ട് 1 ലക്ഷത്തിലധികം ഈ ഫൈൻ ഈടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഭക്തജനങ്ങളോട് പറയാനുള്ള കാര്യം, ഈ സന്നിധാനം പൂർണ്ണമായിട്ടും ലഹരി നിരോധിത മേഖലയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ അളവിൽ തന്നെ ലഹരി ഉപയോഗം ഉണ്ടെങ്കിൽ അത് വലിയ ശിക്ഷാ നടപടികളിലോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ വിശുദ്ധമായൊരു അയ്യപ്പ ദർശനം എല്ലാവർക്കും ഉണ്ടാവുന്നതിൽ ലഹരി വസ്തുക്കളുടെ മാറ്റി നിർത്തൽ അത്യാവശ്യമാണ്. ഇതിനുള്ള സഹായ സഹകരണങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും അതുപോലെ തന്നെ അയ്യപ്പന്മാരിൽ നിന്നും പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കുന്നു.